കേസ് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരു സംഘർഷത്തിൽ തന്നെയാണ് ഞങ്ങളും പ്രതിഭാഗത്ത് നിന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പൊതുസമൂഹം മുഴുവനും എതിരായി നിൽക്കുന്ന ഒരു കേസിൽ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിലൊന്നും ഓർക്കുക, ഗാന്ധി വധക്കേസിലും പ്രതികൾക്ക് വേണ്ടി വക്കീലന്മാർ തന്നെയാണ് ഹാജരായത്. ഇന്ദിരാഗാന്ധി വധക്കേസിലും പ്രതിഭാഗത്തിന് വേണ്ടി വക്കീലന്മാർ ഹാജരായിട്ടുണ്ട്. രാജീവ് ഗാന്ധി കൊലക്കേസിലും പ്രതിഭാഗത്ത് അവരെ എല്ലാം ഡിഫെൻഡ് ചെയ്യാൻ പ്രഗത്ഭരായ വക്കീലന്മാർ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രതിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വിചാരണത്തിന് ചിന്താധാരയ്ക്ക് വിരുദ്ധമായിട്ടൊരു പ്രതിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു ഒഫൻസായിട്ട് ഞാൻ കാണുന്നില്ല, അതിനെ മോശമായിട്ട് കാണുന്നില്ല. അത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് അതിനിയും തുടരുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പ്രതി ചെന്താമരയ്ക്കെതിരായി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത് പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു ആണ്. അദ്ദേഹമാണ് പ്രതി ചെന്താമരയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. എന്തായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം? കോടതി വിധിയിൽ തൃപ്തരാണ്? ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാഗത്തിന് യാതൊരുവിധ ആശങ്കയുമില്ല. ഞങ്ങൾ അപ്പീൽ ബോധിപ്പിക്കും. അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. തരത്തിലുള്ള പഴുതുകളൊക്കെ തന്നെ അന്വേഷണത്തിലുണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പഴുതുകളുണ്ട്. ആ പഴുതുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. തെളിവുകൾ ശരിയാവണ്ണം കോടതി മുമ്പായി ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും. ആ പഴുതുകൾ തന്നെ പ്രതിക്ക് അനുകൂലമായിട്ട് അപ്പീലിൽ. എന്തുകൊണ്ടായിരിക്കും ജഡ്ജി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്? അദ്ദേഹത്തിൻ്റെ വ്യൂ അതാണ്. പൊതുബോധം സ്വാധീനിച്ചു. ആ, തീർച്ചയായിട്ടും പൊതുബോധം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നീതിബോധം സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. കോടതി ചില ചാറ്റ് GPT ഉപയോഗിച്ച് പ്രതിഭാഗം ചില കാര്യങ്ങൾ കണ്ടെത്തി, അങ്ങനെയൊക്കെയുള്ളൊരു ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായി. കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു സമയത്തും ചാറ്റ് GPTയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് യാതൊരു പരാമർശവും നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ ചാറ്റ് GPT ഞാൻ ഒരു ഘട്ടത്തിലും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. വക്കീലന്മാരും കോടതികളും ചാറ്റ് GPT കേസിൻ്റെ വിചാരണ വേളകളിലും വാദപ്രതിവാദങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്ന ഒരു തെറ്റല്ല. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കും കോടതി അത് എടുത്ത് പറയുന്നൊരു? കോടതി അതിനെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു പരാമർശം മീഡിയയോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതിനെ അബ്സേർഡിറ്റി എന്നതിനപ്പുറം എനിക്ക് വേറൊന്നും പറയാനില്ല. ഇനി എന്തായിരിക്കും തുടർ നടപടി? അപ്പീൽ എന്നായിരിക്കും? ഏറ്റവും വേഗത്തിൽ. അതിൽ എന്തായാലും ചെന്താമരയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുന്നു. പ്രതിക്ക് അനുകൂലമായി അങ്ങനെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കും. നല്ല ബോധ്യമുണ്ട്. കാരണം എത്രത്തോളം തെളിവുകൾ വന്നിട്ടുണ്ട്. കോടതി കണ്ടെത്തി ഈ വിചാരണ കോടതി കണ്ടെത്തിയ പ്രതിക്കെതിരായ തെളിവുകൾ എന്താണെന്നും യഥാർത്ഥത്തിലുള്ള തെളിവുകൾ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് അപ്പീലിൽ അനുകൂലമായ ഒരു വിധി കിട്ടുമെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. അവസാനമായി ഇങ്ങനെ ഒരു കേസ് പൊതുബോധം എതിരാണ്, വലിയൊരു റിസ്ക് പ്രതിഭാഗത്തിനുണ്ടായിരുന്നില്ലേ കേസ് ഏറ്റെടുക്കുമ്പോൾ? കേസ് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരു സംഘർഷത്തിൽ തന്നെയാണ് ഞങ്ങളും പ്രതിഭാഗത്ത് നിന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പൊതുസമൂഹം മുഴുവനും എതിരായി നിൽക്കുന്ന ഒരു കേസിൽ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിലൊന്നും ഓർക്കുക, ഗാന്ധി വധക്കേസിലും പ്രതികൾക്ക് വേണ്ടി വക്കീലന്മാർ തന്നെയാണ് ഹാജരായത്. ഇന്ദിരാഗാന്ധി വധക്കേസിലും പ്രതിഭാഗത്തിന് വേണ്ടി വക്കീലന്മാർ ഹാജരായിട്ടുണ്ട്. രാജീവ് ഗാന്ധി കൊലക്കേസിലും പ്രതിഭാഗത്ത് അവരെ എല്ലാം ഡിഫെൻഡ് ചെയ്യാൻ പ്രഗത്ഭരായ വക്കീലന്മാർ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രതിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വിചാരണത്തിന് ചിന്താധാരയ്ക്ക് വിരുദ്ധമായിട്ടൊരു പ്രതിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു ഒഫൻസായിട്ട് ഞാൻ കാണുന്നില്ല, അതിനെ മോശമായിട്ട് കാണുന്നില്ല. അത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് അതിനിയും തുടരുന്നത്. എന്തായാലും അതൊരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. കാരണം ഏതൊരാൾക്കും, ഏതൊരു കുറ്റവാളിക്കും നിയമത്തിന് മുമ്പിൽ ട്രയൽ നടത്തണം, അതിനുവേണ്ടി വാദിക്കാൻ ഒരാളുണ്ടാകണം. ആ രീതിയിലുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഏതായാലും കേസിൽ വിധി ഉണ്ടായിരിക്കുന്നു. പ്രതി ചെന്താമരയ്ക്കെതിരെ വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ക്യാമറാമാൻ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 പാലക്കാട്.